കരുണാസമ്പന്നനായ ദൈവത്തെ ഞാൻ ഈ രാത്രിയിൽ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മോടുള്ള ദൈവത്തിന്റെ മനസ്സലിവിനായും ദയയ്ക്കായിട്ടും സ്തോത്രം. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന നമ്മുടെ പൂർവ്വകാലങ്ങളെ നാം ഓർക്കുന്നല്ലോ. എന്നാൽ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്നും അകറ്റി, നമ്മുടെ പാപങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകാതെ നമ്മെ കരുണാധിക്യപ്രകാരം കൈക്കൊണ്ടു. എല്ലാറ്റിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും നമ്മെ അന്ത്യം വരെ നടത്തുവാൻ ശക്തനായവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതും ഇതിന് ശേഷം ഞങ്ങളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതുമായ എല്ലാ വിശുദ്ധന്മാർക്കും പ്രായഭേദം കൂടാതെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 19-ാമത്തെ അധ്യായം മുതൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന നമ്മുടെ കർത്താവിന്റെ വരവുമായും നിത്യതയുമായും ബന്ധപ്പെട്ട വിഷയങ്ങളാണുള്ളത്. അതിനിടയിൽ നമ്മുടെ കർത്താവിന്റെ അന്തിമമായ പരമമായ വിജയത്തെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ജീസസ്. നാം കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണല്ലോ. 15-ാമത്തെ അധ്യായത്തിൽ നിന്ന് 23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, സകലവും ഇന്ന് കർത്താവിന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന്. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ വിജയം ആത്യന്തികം ആയിരുന്നു. സ്തോത്രം. ആവർത്തിക്കുന്നു, ക്രൂശിൽ യേശുവിന്റെ വിജയം ആത്യന്തികമായിരുന്നു. On the cross, Jesus' victory was ultimate. Jesus wrought the ultimate victory on the cross of Calvary. ക്രൂശിൽ കർത്താവിന്റെ വിജയം അന്തിമമായിരുന്നു, പരമമായിരുന്നു. സ്തോത്രം. എന്നാൽ അതിൻ്റെ പ്രായോഗികത ഇനിയും നിറവേറുവാൻ ബാക്കിയുണ്ട് എന്ന് മാത്രം. അതിനൊരു കാലപരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കാലപരിധി. ആ കാലപരിധിയിലേക്കാണ് ഇന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്, നാമും എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പം ആ ഒരു അവസ്ഥ, അതായത് ശത്രുക്കളെ പൂർണ്ണമായും നീക്കിക്കളയുക, ജയിക്കുക എന്നത് ഇനിയും ബാക്കിയില്ല. ജയിച്ചു കഴിഞ്ഞു. ഇനിയും തോൽപ്പിക്കപ്പെട്ട കോൺകേർഡ് എനിമീസ്, പരാജയപ്പെട്ട ശത്രുക്കളെ നീക്കിക്കളക എന്ന ഒരു കർമ്മം ബാക്കിയുണ്ട്. സ്തോത്രം. ക്രൂശിൽ കർത്താവ് അന്തിമ വിജയം, പരമവിജയം നേടി. പക്ഷേ ശത്രുക്കളെ എല്ലാം അശേഷമായിട്ട് നീക്കിക്കളഞ്ഞിട്ടില്ല. ആ പ്രക്രിയയാണ് നാം നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം അന്തിമ അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. Jesus ultimately won on the cross. There is no question of Jesus' victory. It was ultimate. Ultimately, Jesus won the battle on the cross.
whether in relation with God's justice or human sin or universal problem of man or even the authority or freedom of the devil. പാപത്തോടുള്ള ബന്ധത്തിലായാലും ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിലായാലും പിശാചിനോടുള്ള ബന്ധത്തിലോ മരണത്തോടുള്ള ബന്ധത്തിലോ ഒക്കെ ആയാലും ക്രൂശിൽ ക്രിസ്തുവിന്റെ വിജയം പരമമായിരുന്നു, അന്തിമമായിരുന്നു. പക്ഷേ ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ട ശത്രുക്കളെ ഇതുവരെയും പൂർണ്ണമായും നീക്കിയിട്ടില്ല. The conquered enemies on the cross are not fully removed. Okay? They are not fully abandoned. അവ തോൽപ്പിക്കപ്പെട്ട നിലയിൽ തുടരുന്നു. അതാണ് നാം 110 സങ്കീർത്തനത്തിൽ നിന്നും എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും കാണുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കണം. അതാണ് നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23 മുതൽ വിശേഷിച്ച് 26 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അത് നടക്കുന്ന അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായങ്ങൾ. അതിൽ 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, നാം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്തോത്രം അന്തിമ ന്യായവിധിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ അതിനെ നാം എബ്രായ ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഓർക്കുന്നുണ്ടോ? എബ്രായ ലേഖകന്റെ ഭാഷയിൽ എബ്രായർ നിത്യശിക്ഷാവിധി 6-ാം അധ്യായം 1-ഉം മലയാളത്തിൽ 1-ാം വാക്യമാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും 2-ാം വാക്യമാണ്. നിത്യ ശിക്ഷാവിധി, അതേക്കുറിച്ചാണ് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ വെള്ള സിംഹാസന ന്യായവിധി. സ്തോത്രം. അവിടെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഇന്നലെ നാം ഒടുവിലായിട്ട് കണ്ടത് അവിടുത്തെ അല്ലെങ്കിൽ ആ അന്തിമ വിധി പ്രസ്താവം, the final judgment, the final verdict, the final sentence of these people who are judged before the great white throne. വലിയ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ വിധിക്കപ്പെടുന്ന മനുഷ്യർക്കുള്ള അന്തിമ വിധി പരമമായി നമ്മൾ കണ്ടത്. പരമമായി അവരുടെ വിധിയെ ഒറ്റ വാക്കിൽ നമ്മൾ ഒതുക്കിയാൽ തീപ്പൊയ്യുക. The lake of fire, തീപ്പൊയ്യുക. മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, തീപ്പൊയ്യുക. അപ്പം ആ തീപ്പൊയ്കയുടെ പ്രത്യേകതകളും അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടത്, നരകത്തിലെ തീപ്പൊയ്കയിലെ വിവിധമായ അനുഭവങ്ങളാണ്. അവിടുത്തെ അനുഭവത്തെക്കുറിച്ച് ഒരു വാക്യവും കൂടെ വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം തന്നെ 20-ന്റെ 10-ാമത്തെ വാക്യം, 20 verse 10. And the devil who deceived them was thrown into the lake of burning sulfur, where the beast and the false prophet had been thrown. They will be tormented day and night forever and ever.
they will be tormented day and night forever. ശബ്ദം വ്യക്തമാണല്ലോ? വേറെ ശല്യങ്ങളൊന്നുമില്ലേ? ഇല്ല പാസ്റ്റർ, ക്ലിയർ. ശരി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു the satanic trinity thrown into the lake of fire. സാത്താന്യ തൃത്വത്തെ നമ്മുടെ കർത്താവ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അവിടുത്തെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. they will be tormented day and night forever. അവിടെ നമ്മൾ കാണുന്നത് ഈ സാത്താന്യ തൃത്വം അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നരകത്തിലെ അനുഭവമാണ് എന്നേക്കുമുള്ള രാപ്പകലത്തെ. അവിടെ രാവും പകലും എന്നൊന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. രാപ്പകലെന്ന് സ്വർഗത്തിലും നരകത്തിലും രാപ്പകലുകൾ എന്ന വേർതിരിവില്ല. സ്വർഗത്തിൽ രാത്രി എന്നൊന്നില്ല, അത് എഴുതിയിട്ടുണ്ട്. എന്നാൽ മറ്റൊന്ന് എഴുതിയിട്ടില്ലാത്തത് നമുക്ക് മനസ്സിലാക്കാം. നരകത്തിൽ പകൽ എന്നൊന്നില്ല, സ്വർഗത്തിൽ രാത്രിയില്ല. അതിൻ്റെ നേരെ വിപരീതം, നരകത്തിൽ പകലും ഇല്ല. പിന്നെ ഈ രാപ്പകലെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാഷയിലാണ് കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അവിടുത്തെ ഭാഷയല്ല, നമ്മുടെ ഭാഷയാണ്. എന്ന് വെച്ചാൽ തുടങ്ങിയാൽ പിന്നെ ദണ്ഡനം തീരുന്നില്ല എന്നർത്ഥം. സ്തോത്രം. ദണ്ഡനം തീരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ കണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്തോത്രം. വാട്ട് മേക്സ് ഹെൽ ഹെൽ? നരകത്തെ നരകമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയതാണ്. സ്തോത്രം. അതിനു മുമ്പും നമ്മൾ പല ക്ലാസ്സുകളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നരകത്തെ നരകമാക്കുന്നത് അവിടെ ഉണ്ടെന്നു പറയുന്ന കാര്യങ്ങളല്ല. സ്തോത്രം. അവിടെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ തൊട്ട് പഠിച്ചു. അവിടെ സാത്താനുണ്ട്, സാത്താന്റെ ദൂതന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ രാപ്പകലുകൾ നിത്യമായ ദണ്ഡനമുണ്ട്, യാതന, ഈ ദണ്ഡനമുണ്ട്. കെടാത്ത തീയ്, ചാകാത്ത പുഴു, കുറ്റാക്കുറ്റിരുട്ട്, പല്ലുകടി, കരച്ചിൽ, വേട്ടയാടുന്ന ഓർമ്മകൾ, ഒരു തരത്തിലും പകരം വീട്ടാൻ ഒക്കാത്തത് കൊണ്ട് അകത്തിങ്ങനെ കുമിഞ്ഞു കയറുന്ന കോപവും പ്രതികാരദാഹവും, ഏകാന്തത, ഇങ്ങനെ നമ്മൾ നരകത്തിലുള്ള തീയ്, പുക എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. പക്ഷേ നരകത്തെ സത്യത്തിൽ നരകമാക്കുന്നത് അവിടെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ ഒന്നുമല്ല. സ്തോത്രം. പിന്നെന്താണെന്ന് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. അവിടെ ഇല്ലാത്ത, അവിടെ വീഴുന്നവർക്ക്, അവിടെ കിടക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത, അവർക്ക് അന്യമായി തീരുന്ന, അവർക്ക് നിഷേധിക്കപ്പെടുന്ന, അവർക്ക് വിലക്കപ്പെടുന്ന എന്തോ ഒന്നാണ് നരകത്തെ സത്യത്തിൽ നരകമാക്കി തീർക്കുന്നത്. സ്തോത്രം. What makes the hell is not the things
written or recorded, there are. Stotram. There are. But the real thing that makes hell a hell is what is lacking there. What is absent there? Stotram. നരകത്തെ നരകമാക്കി തീർക്കുന്നത് അവിടെ ഉണ്ടെന്ന് പറയുന്ന ഈ കാര്യങ്ങളൊന്നുമല്ല. സ്തോത്രം. The things present over there, they are not the things that make hell a hell. അതുപോലെ തന്നെ നേരെ തിരിച്ചും കൂടെ പറയാം. സ്വർഗത്തെ സ്വർഗമാക്കി തീർക്കുന്നത് അവിടെ ഇല്ലെന്ന് പറയുന്ന കാര്യങ്ങളല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? What makes the heaven heaven is also not what people cannot experience there, or what make heaven heaven is not the things absent there. But the very thing present, that is the very presence of God, the literal presence of God. നാം ഈ കാര്യം നന്നായിട്ട് തിരിച്ചറിയണം. നരകത്തെ നരകമാക്കി തീർക്കുന്നത് അവിടെ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളല്ല. പകരം അവിടെ വീഴുന്നവർക്ക് അനുഭവിപ്പാൻ നിഷേധിക്കപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതവിടെ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ കിടക്കുന്നവർക്ക് ആ സാന്നിധ്യം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സർവവ്യാപി എന്ന നിലയിൽ ദൈവം ഇല്ലാത്ത ഒരിടവുമില്ല. നരകത്തിൽ വരെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, സർവവ്യാപി എന്ന നിലയിൽ. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വീഴുന്നവർക്ക് അല്ലെങ്കിൽ അവിടേക്ക് തള്ളപ്പെടുന്നവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. They are not permitted to encounter the presence of God. കാര്യം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ആ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ശരി, മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇതിനോടകം നരകത്തെക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ അവിടെ കണ്ടുവല്ലോ. സ്തോത്രം. നരകത്തിലുള്ളതായിട്ട് നമ്മൾ കണ്ടത് കൂരിരുട്ട്. 2, അതൊരു തീച്ചൂളയാണ്. നരകം, ഇറ്റ്സ് എ പ്ലേസ്, ഇറ്റ്സ് എ ലിറ്ററൽ പ്ലേസ്. നരകമെന്ന് പറയുന്നത് ഭാവനയല്ല, സങ്കല്പമല്ല, അക്ഷരികമായ ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതുപോലെ ഹെൽ ഈസ് ബോത്ത് എ പ്ലേസ് ആൻഡ് എൻ എക്സ്പീരിയൻസ്. ഒരു സ്ഥലവുമാണ്, ഒരു അനുഭവവുമാണ്, ഒരവസ്ഥയുമാണ്. There is a literal place called hell. Also a state of or experiences of
ദിസ് പെർട്ടിക്കുലർ പ്ലേസ്. ഇത് രണ്ടുമാണ്. പിന്നീട് നമ്മൾ കണ്ടത് നിത്യമായ ഒരവസ്ഥയാണിത്. നിത്യ അഗ്നിയാണ് ഇവിടെ. നിത്യ അഗ്നി. ഇത് തള്ളപ്പെട്ടവരുടെ, നഷ്ടപ്പെട്ടവരുടെ സ്ഥലമാണ്. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലമാണ്. അവിടെ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം വസിക്കുന്ന ഇടമാണ്. ദൈവത്തിന്റെ ഡിസ്പ്ലഷർ, ദൈവത്തിന്റെ പ്രസാദമില്ലായ്മയുടെ സ്ഥലമാണ്. ദൈവത്തിന്റെ പ്രസൻസ്, സാന്നിധ്യമില്ലായ്മയുടെ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ അവിടെ കണ്ടു. നരകത്തെ സംബന്ധിക്കുന്ന 2-3 പദങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. Particularly 3 words are there for hell. നരകത്തിന് വേണ്ട, അല്ലെ നരകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന 3 യവനായ പദങ്ങൾ, ഗ്രീക്ക് പദങ്ങളുണ്ട്. അതിലൊന്നാണ് ടാർട്ടറസ്. ടാർട്ടറസ്, TARTARUS, ടാർട്ടറസ്. ടാർട്ടറസ് നമ്മള് വായിച്ചിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 പത്രോസ് 2:4. 2 Peter 2:4. For if God did not spare angels when they sinned, but sent them to hell, putting them into gloomy dungeons to be held for judgment. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ചങ്ങലയ്ക്ക് ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ടാർട്ടറസ് എന്ന പദമാണ്. അതിന്റെ തർജ്ജമയാണ് നമ്മുടെ ഒക്കെ ഭാഷകളിൽ നാം കാണുന്നത്. ടാർട്ടറസ്. മറ്റൊന്ന് നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണ് ഹെയ്ഡീസ്. ഹെയ്ഡ്സ് എന്ന്, HADES. ഈ ലോങ് ഇ ആണ്, അതുകൊണ്ട് ഹെയ്ഡീസ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. HADES, ഹെയ്ഡീസ്. അധോലോകമെന്നും പാതാളമെന്നും ഒക്കെ അതിനെ വിളിക്കും. അധോലോകമെന്നും പാതാളമെന്നും. 11 പ്രാവശ്യം നമുക്ക് ഈ പദം കാണുവാനായിട്ട് സാധിക്കും. 11 times this word is used. മത്തായി 11:23, Matthew 11:23, 16:13, 16-ാം അധ്യായത്തിന്റെ 23, not 13, 23, 23-ാമത്തെ വാക്യം. ലൂക്കോസ് 10:15, Luke 10:15, Luke 10:15, Luke 16:23. Acts chapter 2 verses 22 and 31. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 27, 27, I think 27 and 31. Yeah, 27 and 31.
ഞാൻ മത്തായി 16 എത്രയായിരുന്നു പറഞ്ഞത്? 23 പറഞ്ഞ 23. 23. സോറി 18 ആണ് കേട്ടോ. നമുക്ക് പരിചയമുള്ള വാക്യാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 16:18 ആണ്. 16:18. ഒന്നും കൂടെ ഞാൻ തുടക്കം മുതൽ പറയാം. മത്തായി 11:23, മാത്യു 11:23, മാത്യു 16:18, മത്തായി 16:18, ലൂക്കോസ് 10:15, ലൂക്ക് 10:15, ലൂക്ക് 16:23, 16:23, ആക്സ് 2:27 and 31, അപ്പോസ്തല പ്രവൃത്തികൾ 2:27-31, 1 Corinthians 15:55, 1 കൊരിന്ത്യർ 15:55, റെവലേഷൻ 1:18, വെളിപ്പാട് പുസ്തകം 1:18, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ. അവിടെ പാതാളമെന്ന് നമ്മൾ കാണുന്നു. 6:8, വെളിപ്പാട് 6:8, and 20 verses 13 and 19, 13 and 14, 13-14, വെളിപ്പാട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 20:13-14. ഈ ഹെയ്ഡീസ് എന്നുള്ളതിന് മരണമെന്നും പാതാളമെന്നും തർജ്ജമയുണ്ട്. മരണമെന്നും. The Hades also translated as death, so also as a place, ഒരു മരണമെന്നും സ്ഥലമെന്നും എന്ന നിലയിൽ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസ് 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ലാസറിന്റെയും ധനവാന്റെയും കാര്യം പറയുമ്പോൾ അവിടെ ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ഥലമായിട്ട്. മറ്റൊന്നാണ് നമ്മൾ കാണുന്നത്, മൂന്നാമത്തെ ഒരു പദം. അതും ഹിന്ദിയിലും എനിക്ക് തോന്നുന്നു അറബിക്കിലും ഉറുദുവിലുമൊക്കെ പറയപ്പെടുന്ന ഒരു പദമാണ് ഗഹന്ന എന്ന്. ഗഹന്ന. ഹിന്ദിയിലും ഉറുദുവിലുമൊക്കെ ജഹന്നം ജഹന്നം എന്ന് പറയും. അറബിക്കിലും എനിക്ക് തോന്നുന്നു അതിനോട് തത്തുല്യമായ പ്രയോഗമായിരിക്കും. ഗഹന്ന. GEHANNA, ഗഹന്ന. ഏതാണ്ട് 12 പ്രാവശ്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ പദം. 12 times. ഇപ്പൊ 3 പദങ്ങൾ. ടാർട്ടറസ് എന്നുള്ളത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതാണ് നമ്മൾ 2 പത്രോസിൽ കണ്ടത്. ഹെയ്ഡീസ് അല്ലെങ്കിൽ ഹെയ്ഡ്സ് എന്നുള്ളത് 11 പ്രാവശ്യം. ഗഹന്ന എന്നുള്ളത് 12 പ്രാവശ്യവും. 12 പ്രാവശ്യം. മത്തായി 5:22, മാത്യു 5:22, 29 and 30. മത്തായി 5:22, 29, 30 വാക്യങ്ങൾ. 10:28, 10:28 വാക്യം. 10:28. 18 verse 9, 18:9 വാക്യം. 23 verses 15 and 33. മത്തായി 23-ാം അധ്യായം
15 33 വാക്യങ്ങൾ. ലൂക്ക് 12 വേഴ്സ് 5, ലൂക്കോസ് 12:5 ആൻഡ് ജെയിംസ് 3 വേഴ്സ് 6, യാക്കോബ് 3:6. ഇങ്ങനെയുള്ള പദങ്ങളാണ് നാം കാണുന്നത്. അപ്പോൾ ഈ നരകത്തെ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ പ്ലേസ് ഓഫ് ദ ലോസ്, നഷ്ടപ്പെട്ടവരുടെ സ്ഥലം. എ പ്ലേസ് ഓഫ് ദ കഴ്സ്ഡ്, ശപിക്കപ്പെട്ടവരുടെ സ്ഥലം. നമ്മൾ മത്തായി 25 അധ്യായത്തിൽ കാണുകയുണ്ടായി, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇടത്തുള്ള ചെമ്മരിയാടുകളോട് പറയുന്നത്. അപ്പൊ ശപിക്കപ്പെട്ടവരുടെ സ്ഥലമാണിത്. ശപിക്കപ്പെട്ടവരുടെ, ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവരുടെ സ്ഥലമാണിത്. എ പ്ലേസ് ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ സ്ഥലം. കാരണം നമ്മൾ ഈ വെളിപ്പാട് 20 അധ്യായത്തിൽ തന്നെ 14 വാക്യത്തിൽ കാണുന്നുണ്ട്, ഈ തീപ്പൊയ്ക കൂടെ ഉണ്ടോ? സെക്കൻഡ് ഡെത്ത്. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ ഇവിടെ കിടക്കുന്നവരാരും മരിക്കുന്നില്ലെങ്കിലും ഈ സ്ഥലത്തിന്റെ, ഈ നരകത്തിന്റെ പേര് മരിച്ചവരുടെ സ്ഥലമെന്നാണ്. കാരണം ഈ നരകത്തെ, ഈ തീപ്പൊയ്കയെ വിളിക്കുന്നത് തന്നെ രണ്ടാം മരണം എന്നാണ്. രണ്ടാം മരണം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടെ മറ്റൊരു കാര്യവും കൂടെ നമുക്കിവിടെ നോക്കാം. The inhabitants of this lake of fire, who all will be cast into this lake of fire. ഈ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നവർ, ഈ തീപ്പൊയ്കയിലെ അന്തേവാസികൾ, ഈ തീപ്പൊയ്കയിൽ ആരൊക്കെ കാണും എന്നുള്ളത് ഇതിനോടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഒന്ന് പ്രതികരിച്ചാൽ നമുക്കൊന്ന് ആക്റ്റീവായിട്ട് അങ്ങ് പോകാം. ഒരു ഇന്ററാക്ഷൻ. എന്തോ കേട്ടില്ല. ശരി, വേറെ? False prophet, Antichrist, Satan. Okay, the Satanic Trinity. Fallen angels. The beast. Yeah, the beast is the Antichrist. Yeah, fallen angels. 21-8 വാക്യത്തിൽ എഴുതിയിട്ടില്ലേ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകം. അവരെല്ലാം നമുക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെന്ന ഗണത്തിൽപ്പെടുത്താം. നമ്മൾ പഠിച്ചു വന്നതിൽ ഒരു കൂട്ടരെയും കൂടെ പറയാനുണ്ട്. ബാക്കി എല്ലാവരും വന്നു. കവടഭക്തിക്കാരൻ അതെല്ലാം പേരെഴുതാത്തവരുടെ കൂട്ടത്തിൽ പെടും. The devil. Already said. Satanic Trinityക്കകത്ത് അവർ 3 പേരും വരും. The devil or the Satan, the beast or the Antichrist,
ആൻഡ് ദ ഫോൾസ് പ്രോഫറ്റ്. അവർ 3 പേരുമായി. പിന്നെ The evil fallen spirit. angels, Evil spirit. evil spirits or the fallen angels അവരുമായി. മരണം, പാതാളം, ശരി, അത് ഒന്നായി. Babylon. നോ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ബാക്കി നമ്മൾ ഈ പറഞ്ഞ പാപത്തിൽ അകപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അതിനകത്തിലുണ്ട്. ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. യഹൂദന്മാരിൽ യേശുവിനെ വിശ്വസിക്കുന്നു. എന്തോ? യഹൂദന്മാരിൽ ഇല്ല, വിശ്വസിക്കുന്നു. ഇല്ല. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവര് ഞാൻ അതെല്ലാം നമുക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരുടെ കൂട്ടത്തിൽ പെടുക. അല്ലെങ്കിൽ ആ ലിസ്റ്റ് അങ്ങ് ഒത്തിരി വലുതായി പോകും. മനുഷ്യരുടെ ഒരു ഗ്രൂപ്പും കൂടെ അവരെ ഗ്രൂപ്പായിട്ട്, ഒരു സംഘമായിട്ടാണ് തള്ളിയിട്ടത്. യഹൂദന്മാർ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇടത്തുള്ളവർ. മത്തായി 25-ാം അധ്യായത്തിൽ തേജസ്സിന്റെ സിംഹാസന വിധിയിൽ നമ്മൾ കാണുന്ന ചെമ്മരി കോലാടുകൾക്ക് തുല്യരായി ഇടത്തുള്ളവർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ, ശപിക്കപ്പെട്ടവരെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയുന്നത്. അപ്പൊ ഇത്രയും കൂട്ടരെയാണ് നമുക്ക് നരകത്തിൽ ഇടുന്നതായി കാണുവാൻ സാധിക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ 20-ാം അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മരണവും പാതാളവും എന്നത് ആളത്വമില്ലാത്ത 2 സംഗതികളാണ്. നമുക്ക് അവിടേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ നോക്കാം. ബാക്കിയുള്ളത് സാത്താനും അവന്റെ ദൂതന്മാരും സ്വർഗീയ ജീവികളാണ്, ആത്മീയ ജീവികൾ. ബാക്കി ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവും ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകനും, ഇപ്പോൾ നമ്മൾ കണ്ട രാജാവിൻ്റെ ഇടത്തുള്ളവരും, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല മനുഷ്യരും, ഇവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 2 കൂട്ടരാണ് ദൈവ സൃഷ്ടികളിൽ ഈ നരകത്തിൽ വീഴുന്നവർ. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എടുത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുവരെ ഉള്ളതിൽ? ഇല്ലെങ്കിൽ ഒരു കാര്യവും കൂടെ. Specialities or the special features of this judgment. ഈ വെള്ളസിംഹാസന വിധിയുടെ ചില പ്രത്യേകതകൾ. അതിലൊന്ന്, മറ്റെല്ലാ ന്യായവിധികളെയും പോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ദിസ് ജഡ്ജ്മെന്റ് ഓൾസോ വിൽ ബി ക്വയറ്റ് ഇൻഡിവിജ്വൽ, പേഴ്സണൽ. ഈ ന്യായവിധിയും വ്യക്തിപരമായിരിക്കും, സാമൂഹികമായിട്ടായിരിക്കില്ല, കുടുംബമായിട്ടോ ജാതിപരമായിട്ടോ
ദേശീയമായിട്ടോ ഭാഷാപരമായിട്ടോ ഒന്നും ആയിരിക്കില്ല ഈ ന്യായവിധി. വ്യക്തിപരമായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 20-ാം അധ്യായത്തിൽ തന്നെ അത് കാണുന്നുണ്ട്. ഓരോരുത്തനും 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഓരോരുത്തനും പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. അവരവരുടെ. അപ്പം 13-ാം വാക്യത്തിലുണ്ട്, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത് വിധിയുണ്ടായി. വിധി ഉണ്ടാവും. അപ്പൊ വ്യക്തിപരമാണ് ഈ ന്യായവിധി, അല്ലാതെ ഓരോ സമൂഹമായിട്ടല്ല, ഓരോ വ്യക്തിയെയും. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഓരോ വ്യക്തിപരമാണ് എന്നുള്ളതിന് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ ഊന്നിപ്പറയുന്നത്. സ്പിരിച്വാലിറ്റി ഈസ് ക്വയറ്റ് പേഴ്സണൽ. ആത്മീയത വ്യക്തിപരമാണ്, അത് പാരമ്പര്യമായി ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വേർപെട്ട സമൂഹങ്ങൾ സാമുദായിക സഭകളിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. സാമുദായിക സഭകളിൽ അവർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഒന്ന് മാമോദിസ വെള്ളം തളിച്ച് വിട്ടാൽ മതി, അവരെ പള്ളിയിലൊന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ മതി, അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് ആ പരമ്പരയിൽ ഇങ്ങനെ അങ്ങ് തുടരും. പാരമ്പര്യം, ട്രഡീഷൻ. എന്നാൽ ആത്മീയത അല്ലെങ്കിൽ രക്ഷ അങ്ങനെ പാരമ്പര്യമായി വരുന്നതല്ല, വ്യക്തിപരമാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി യേശുവിൽ വിശ്വസിക്കണം. ഓരോരുത്തർക്കും വ്യക്തിപരമായി പാപങ്ങളെ ഏറ്റുപറയണം. വ്യക്തിപരമായി ഓരോരുത്തനും മാനസാന്തരപ്പെടണം. സ്തോത്രം. പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ ക്രൈസ്തവ പ്രസംഗത്തിൽ അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. സ്തോത്രം. ഓരോരുത്തൻ, ഒരു കുടുംബത്തിന് കുടുംബനാഥൻ എന്ന നിലയിലല്ല, ഓരോരുത്തൻ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോഴോ പിന്നീടോ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നയാളാണ് ഞാൻ, മാമോദീസ വെള്ളം വീണയാളാണ് ഞാൻ, മൂറോൻ പുരട്ടിയതാണ് എന്നെ, എനിക്ക് ഇല്ല, ഇതൊന്നും കൊണ്ട് ആരും നരകവിധി ഒഴിയുകയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം, കർത്താവായിട്ട് കൈക്കൊള്ളണം. വ്യക്തിപരമായി പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടണം. വ്യക്തിപരമായി യേശുവിൽ വിശ്വസിക്കണം. വ്യക്തിപരമായി സ്നാനമേൽക്കണം. വ്യക്തിപരമായി ആത്മീയ ജീവിതം നയിക്കണം. അല്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. കാരണം ഓരോരുത്തനും അവനവന്റെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. രണ്ടാമത്തേത് എന്താ നമ്മൾ ചിന്തിച്ചത്? ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. എങ്കിൽ നമുക്ക് ഈ ഒന്നാമത്തേതിനോട് ചേർത്ത് തന്നെ രണ്ടാമത്തേതും കൂടെ പറയാം. അതും മിനിയാന്നോ മറ്റോ ഞാനൊന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. വക്കീലില്ലാത്ത ഒരു ന്യായവിധിയാണിത്.
വക്കീലില്ലാത്തത് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും വിശദീകരിക്കാം. വക്കീൽ വെക്കാം, പക്ഷെ അവരവര് തന്നെ വാദിക്കണം. വ്യക്തിപരമായ വിധി ആയതുകൊണ്ട് രണ്ടാമത്തെ പ്രത്യേകത, ഈ ന്യായവിധിയുടെ രണ്ടാമത്തെ പ്രത്യേകത, വിതൗട്ട് an attorney, every individual will have to plead or advocate for himself or herself. ഒരു അറ്റോർണിയെ വെക്കാൻ പറ്റത്തില്ല, ഒരു വക്കീലിനെ വെക്കാൻ പറ്റില്ല. കാരണം ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ള ആരുമില്ല. ഇന്ന് ഇവിടെയാണ് ഇന്നത്തെ മധ്യസ്ഥന്മാരുടെയൊക്കെ രസകരമായ കാര്യം. ഇന്ന് ലോകത്തിൽ ധാരാളം മരിച്ചുപോയ ദൈവങ്ങളുമുണ്ട്, ഉണ്ടായിട്ടേ ഇല്ലാത്ത ദൈവങ്ങളുമുണ്ട്. അവയ്ക്ക് പിന്നെ കുഴപ്പമില്ല, ഉണ്ടായിട്ടേ ഇല്ലാത്തവയായതുകൊണ്ട്. ഒരിക്കലും ഇല്ലാതിരുന്നു അവർ, ഉണ്ടായിരുന്ന കാലമേ ഇല്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല, ഇല്ലായിരുന്നല്ലോ, അസ്തിത്വത്തിലേ ഇല്ല, പോട്ടെ, അവരുടെ കാര്യം ഇവിടെ. എന്നാൽ മരിച്ചുപോയ പല ദൈവങ്ങളുമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ധാരാളം ആൾ ദൈവങ്ങളുമുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമല്ല. ഇവിടെയൊക്കെ പറയുന്നത് പോലെ 19 ബീസ് കാ ഫറക് ഹോഗാ ബസ്, അല്പസ്വല്പം എണ്ണത്തിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട് ആൾ ദൈവങ്ങൾ. അതിൽ പലതും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മരിച്ചു കഴിഞ്ഞ് അവകൾ ദൈവങ്ങളായി തന്നെ ഒരുപക്ഷെ ആരാധിക്കപ്പെട്ടേക്കാം. അപ്പൊ ഇവരെല്ലാവരും, ഈ മരിച്ചുപോയ ദൈവങ്ങളും ഇന്ന് ജീവനോടിരിക്കുന്ന ദൈവങ്ങളും പിന്നെ വേറെ ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. എല്ലാ മതങ്ങളിലും ഉണ്ട്. പേരുകൾ പലതായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, സ്ഥാനപ്പേരുകളോ ഭാഷയോ ഒക്കെ വ്യത്യാസമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം മധ്യസ്ഥന്മാർ, ഇന്റർസെസേഴ്സ്, മീഡിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഗുരുക്കന്മാർ, ഒത്തിരി പേരുണ്ട്. പലരോടും പോയി ക്രിസ്തീയ ഭാഷയിലങ്ങ് പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ. പലരെയും പറഞ്ഞിട്ട് സംബോധന ചെയ്തിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ. കൈക്കൂലിയും കൊടുക്കും, കൈക്കൂലിയും കൊടുക്കും. ചിലപ്പോൾ കൊടുക്കുന്നത് ഒരു മെഴുകുതിരിയായിരിക്കും, ഒരു ചന്ദനത്തിരിയായിരിക്കും. പണ്ടൊക്കെ 10 പൈസയായിരുന്നു, ഞാനും ഒക്കെ ഇട്ടിട്ടുണ്ട്. പരീക്ഷയുള്ളപ്പോഴോ കണക്കിന്റെ മാത്സിന്റെ ഹോംവർക്ക് ഉള്ളപ്പോഴോ റിസൾട്ട് കിട്ടുന്ന അന്നോ ഒക്കെ ഞാനും ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 പൈസ, 10 പൈസ, പൂവ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ പറഞ്ഞ കൈക്കൂലി എന്ന്. ഇന്ന് അവരെല്ലാവരും കോൺട്രാക്ട് എടുത്തിരിക്കുക, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഏറ്റു കാര്യം. അതുകൊണ്ടാ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ പുള്ളികളെ ഏൽപ്പിച്ചേക്കും, ഞങ്ങളുടെ മരിച്ച അച്ചായനെ അവിടെ ഒന്ന് എത്തിച്ചേക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറെ മീഡിയേറ്റേഴ്സും മരിച്ചുപോയ ദൈവങ്ങളും ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളും മധ്യസ്ഥന്മാരും സ്ലീഹന്മാരും സ്ലീബന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് പലരും എന്തും ചെയ്യാൻ മടിക്കുന്നില്ല. എന്ത് ചെയ്താലും ഇവരൊക്കെ നമ്മളെ അങ്ങ് എത്തിച്ചേക്കും. പക്ഷേ അവരൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ജീവിച്ചിരുന്നവരാണെങ്കിൽ, മുമ്പേ പറഞ്ഞതുപോലെ
അസ്തിത്വത്തിലേ ഇല്ലാതിരുന്നവർ വെറും ഭാവനാ സൃഷ്ടികളാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ പുള്ളികളൊക്കെ ഇന്ന് മനുഷ്യരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാം, ഇന്ന് മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുവിക്കാം, ഇന്ന് മനുഷ്യരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാം എന്നൊക്കെ വാക്കുപറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്ന ഈ സകല മനുഷ്യരും ദൈവങ്ങളും ഈ വെള്ളസിംഹാസന ന്യായവിധിയിൽ ലൈനിൽ നിൽക്കും. ഇവർക്കാർക്കും നമ്മുടെ ആരുടെയും വക്കാലത്തേറ്റെടുക്കാൻ കഴിയില്ല. ഈ ന്യായവിധിയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇത് വ്യക്തിപരമായ ന്യായവിധിയാകൊണ്ട് ഓരോരുത്തനും അവനവന് വേണ്ടി തന്നെ വാദിക്കണം. ഇപ്പോൾ കാശുള്ളവന് ഏതു കോടതിയിലും എത്രയും വലിയ വക്കീലന്മാരെയും വെച്ച് വാദിക്കാം. നമ്മുടെ കേരള ഗവൺമെന്റിൽ തന്നെ പത്രവാർത്തകളിലൊക്കെ മിക്കവാറും ദിവസങ്ങൾ വരുന്നതാണല്ലോ, സർക്കാരിന് വേണ്ടി വാദിക്കാൻ ഇന്ന വക്കീലന്മാരെ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വെച്ചു എന്നൊക്കെ. ഇപ്പം വലിയ വക്കീലന്മാരെ നമുക്ക് കിട്ടും, ഭയങ്കര അറിവുള്ളവര്, വാദിച്ച് ജയിക്കാൻ കഴിവുള്ളവര്. പകലിനെ രാത്രിയും രാത്രിയെ പകലുമാക്കാൻ പ്രാപ്തിയുള്ള വക്കീലന്മാരുണ്ട്. അവർ അവരുടെ കക്ഷികളെ വാദിച്ച് ജയിപ്പിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ മാറ്റിക്കൊടുത്ത വക്കീലന്മാരുൾപ്പെടെ നമ്മുടെ കേരളത്തിൽ വക്കീലന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ ന്യായവിധിയിൽ ഒരു രക്ഷയില്ല. അങ്ങനെ വേറെ ഒരു വക്കീലിനെ വെക്കാൻ കോടതി അനുവദിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും ഈ കോടതി അങ്ങ് അനുവദിച്ചെന്നിരിക്കട്ടെ, ഇനി വക്കീലിനെ വെച്ച് വാദിച്ചു വന്ന്, പക്ഷെ ഈ വക്കീലും പ്രതിയാ, ഈ വക്കീലും പ്രതിയാ, ഈ മധ്യസ്ഥനും പ്രതിയാണ്, ഈ ദൈവവും ഈ ആൾ ദൈവവും പ്രതിയാണ്. അവർക്ക് വേണ്ടി വാദിക്കാൻ പോകുമോ, ഇവർക്ക് വേണ്ടി വാദിക്കാൻ പോകുമോ? നടക്കത്തില്ല. അപ്പോൾ വക്കീലില്ലാത്ത ഒരു വിധിയായിരിക്കും ഇത്, ന്യായവിധിയായിരിക്കും ഇത്. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, ഇവിടുത്തെ കോടതികളിൽ അപരാധി അല്ലെങ്കിൽ കുറ്റവാളി അല്ലെങ്കിൽ ആരോപിതൻ മരിച്ചാൽ കേസ് ഫയൽ തീർന്നു, ഫയൽ അടച്ചു, പിന്നെ ഇല്ല. നമ്മുടെ ലോക കോടതികളിൽ കുറ്റവാളിയുടെ മരണത്തോടുകൂടെ കുറ്റപത്രം തീർന്നു, കേസ് അവിടെ വഴിമുട്ടി, ഇനി കേസില്ല. പക്ഷേ ഈ ന്യായവിധിയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ്, എത്ര കാലം മുമ്പ് എങ്ങനെ എവിടെ മരിച്ചവനായാലും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പൂർണ്ണ സുബോധത്തോടുകൂടെ കൊണ്ടു നിർത്തി ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനാണ് മൂന്നാമത്തെ പ്രത്യേകത. മരണത്താൽ മാറിപ്പോകാത്ത ന്യായവിധി, മരണത്താൽ അസാധുവാകാത്ത ന്യായവിധി. ഏത് മരിച്ചവനെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടു നിർത്തും. അതാണ് നമ്മളിപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. സ്തോത്രം.
മരിച്ചവർ ആബാലവൃദ്ധം ഈ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മരണം കൊണ്ടും രക്ഷയില്ല. അമ്മയെയും അനുജനെയും വല്യമ്മയെയും ഒക്കെ ഉൾപ്പെടെ 4-5 പേരെ കൊന്ന അഫാൻ എന്ന കുറ്റവാളി, 23 വയസ്സുകാരൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. ഉണക്കാനിട്ടിരുന്ന തുണിയെടുത്ത് ബാത്റൂമിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. കാര്യം, മരിച്ചാൽ എൻ്റെ വിസ്താരം ഇനി ഇല്ല. നോ മോർ ട്രയൽ if I die. That's why so many criminals try to commit suicide. നമ്മുടെ ലോകത്ത് ധാരാളം കുറ്റവാളികൾ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ വിസ്താരം ഒഴിവാക്കാൻ, അവരുടെ ട്രയൽ ഒഴിവാക്കാൻ. അതിനാണല്ലോ ഭീകരവാദികൾ പലരും സയനൈഡ് ഗുളിക കൊണ്ട് നടക്കുന്നത്. പിടിക്കപ്പെടുമെന്ന് വന്നാൽ അപ്പോഴേ 2.25 മിനിറ്റ് മതിയെന്നാ പറയുന്നത്. 2.25 മിനിറ്റ് പോലും വേണ്ട ഈ സയനൈഡ് കഴിച്ച് മരിക്കാൻ. രക്തത്തിലേക്ക് നേരിട്ട് എന്നാൽ സെക്കൻഡുകൾ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ധാരണ, മരിച്ചു കഴിഞ്ഞാൽ വിസ്താരത്തിൽ നിന്ന് ഒഴിവ്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ്. പക്ഷേ ഈ ന്യായാധിപന്റെ മുമ്പിൽ അതും വിലപ്പോയില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പൂർണ്ണതയോട് മുമ്പിൽ കൊണ്ട് നിർത്തി വിധിക്കും. ഇതാണ് ഈ ന്യായവിധിയുടെ 3ാമത്തെ പ്രത്യേകത. 4ാമത്തെ പ്രത്യേകത, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നോ മോർ അപ്പീൽ. ഒരു പുനഃപരിശോധന ഹർജിക്കോ മേൽക്കോടതികളിലേക്ക് ഹർജി കൊടുക്കാനോ ഒക്കാത്ത ഒരു വിധി. കാരണം ഇതിനപ്പുറത്ത് വേറെ ഒരു കോടതിയോ ന്യായാധിപനോ ഇല്ല. കാരണം ഈ വിധി അന്തിമമാണ്. ഈ ന്യായാധിപന്റെ വിധിയെ പുനഃപരിശോധിക്കാൻ ഇവന് മുകളിൽ ഒരു ന്യായാധിപനില്ല. ഈ കോടതിക്ക് മുകളിൽ ഒരു കോടതിയില്ല. സ്തോത്രം. മറ്റൊരു കോടതിയില്ല. ഇതാണ് ഈ വിധിയുടെ 4ാമത്തെ പ്രത്യേകത. സ്തോത്രം. മറ്റെവിടെയായിരുന്നേലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ കീഴ്ക്കോടതികളും മേൽക്കോടതികളും ഒക്കെ ഉണ്ട്. സെഷൻസ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, വീണ്ടും അവിടെ നിന്ന് പ്രസിഡന്റിന്റെ അടുക്കൽ, അവിടുന്ന് തള്ളിയാൽ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പുനഃപരിശോധന ഹർജി, ഇങ്ങനെ പോകാം. പക്ഷേ ഇവിടെ നടക്കത്തില്ല. അന്തിമമാണ്. സ്തോത്രം. അന്തിമ വിധിയ. കാരണം ഇവിടുത്തെ ന്യായാധിപൻ ദൈവം തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് രാജാക്കന്മാരായിരുന്നു. രാജഭരണകാലത്ത് രാജാവ് ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അതിനപ്പുറത്ത്
ഒരു വിധി കൽപ്പിക്കാൻ ആരുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ രാജാധിരാജാവായവൻ, ദൈവാധിദൈവമായവൻ, സ്തോത്രം, ഇവിടെ വിധി കൽപ്പിക്കുമ്പോൾ, ഇവിടെ ന്യായം വിധിക്കുമ്പോൾ തൻ്റെ ന്യായവിധിയെ അസാധുവാക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇത് അന്തിമ വിധി ആയതുകൊണ്ട് ഇതിൽ വിധിക്കപ്പെടുന്നവർക്ക് അപ്പീലിന് പോകാൻ, ഹർജികൾ കൊടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. യാതൊരു സാധ്യതയില്ല. ഇതുപോലെയുള്ള വിശേഷതകൾ നിറഞ്ഞ ഒരു വിധിയാണിത്. അപ്പോൾ ഈ ന്യായവിധിയെക്കുറിച്ചും ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ന്യായാധിപൻ, ശിക്ഷിക്കപ്പെടുന്നവർ, ന്യായവിധിയുടെ സമയം, സ്ഥലവും ഈ ഭൂമി ആയിരിക്കുവാൻ ഒരുപക്ഷെ സാധ്യതയില്ല. കാരണം ഈ ജനങ്ങളെ എല്ലാവരും കൂടെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഭൂമിക്ക് കഴിഞ്ഞു എന്നും വരില്ല. അതുകൊണ്ട് പ്രത്യേകാൽ തയ്യാറാക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു ഗ്രഹത്തിലോ ആകാനാണ് സാധ്യത. ഈ നരകമെന്ന് പറയുന്നതും നമ്മൾ നേരത്തെയും ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ നരകമെന്ന് പറയുന്നതും ഭൂമി കുഴിച്ച് ചെല്ലുമ്പോൾ ഉള്ള ഏതോ ഒരു സ്ഥലമാണെന്നാരും കരുതണ്ട. സ്വർഗവും ഭൂമിയുമൊക്കെ പ്രത്യേക പ്ലാനറ്റുകളായിരിക്കും, പ്രത്യേക ഗ്രഹങ്ങളായിരിക്കും. ഈ ഭൂമി കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള എന്തെങ്കിലും ആണെന്ന് കരുതണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ വായിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ആർക്കൊക്കെ അയച്ചിരുന്നുവെന്നാണ് എൻ്റെ ചിന്ത. എന്താണ് പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ആ ആപ്പിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്ഥലത്ത് നിന്നും കുഴിച്ച് എന്നാൽ ഭൂമി തുരന്ന് പോയാൽ അങ്ങ് അമേരിക്കയിലെത്തുമോ, അങ്ങനെ കുഴിക്കാനാകുമോ? ഒരു സയൻസ് ഫീച്ചറാണ്. ഇപ്പം അങ്ങനെയുള്ള എന്താണ് പറയുന്നത്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ആന്റിപോഡസ് മാപ്പ്. അതിനകത്ത് ആ ആപ്പിൽ പോയാൽ, ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് അറിയാം നമ്മളായിരിക്കുന്ന സ്ഥലത്തിന് നേരെ എതിർദിശയിൽ ഭൂമിയിൽ എന്താണ്, കടലാണോ, മലയാണോ, ആഫ്രിക്കയാണോ, അന്റാർട്ടിക്കയാണോ എന്നൊക്കെ അറിയാം. അപ്പം കുഴിച്ച് പോയാൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടൊന്നും ഈ നരകത്തെ ഒന്നും കാണണ്ട. ദൈവം പ്രത്യേകാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൂര്യനേക്കാൾ ഉഗ്രതയോടെ വെന്ത് തിളച്ചു കിടക്കുന്ന ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹമായിരിക്കും. ശാസ്ത്രലോകത്തിന് ഇതുവരെ എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്നൊന്നും കണ്ടുപിടിക്കാനും അത് അന്തിമമാണെന്ന് പറയാനും കഴിയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ശാസ്ത്രത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഇല്ലെന്നൊന്നും ആരും പറയണ്ടെന്ന ഈ പറഞ്ഞത്.
അപ്പോൾ ഈ ന്യായവിധിക്ക് വേണ്ടിയും കർത്താവ് തയ്യാറാക്കുന്ന ഒരു സ്ഥലമുണ്ടാകും, ഈ അന്തിമ ന്യായവിധിക്ക് വേണ്ടി. കാരണം ഇത്രയേറെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്ലാനറ്റ് വേണം. ഒരുപക്ഷെ ഭൂമിക്ക് അതിന് ത്രാണി, ഇപ്പോഴത്തെ ഭൂമിക്ക് അതിന് ത്രാണി ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ ഈ അന്തിമ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു രൂപരേഖ നമുക്ക് കിട്ടിക്കാണുമല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ നിർത്താം. അടുത്ത ഭാഗത്തേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച എത്താം. മറ്റ് സംശയങ്ങൾ ഇല്ല എന്ന് കരുതുന്നു. പാസ്റ്റർ, ഈ ഹെയ്ഡീസും ഷിയോളും ഈ പഴയ നിയമത്തിനകത്ത് പറയുന്നതും എല്ലാം സെയിം തന്നെ അല്ലേ? അതെ, നമ്മളിപ്പം നോക്കിയതെല്ലാം പുതിയ നിയമത്തിലെയാണെന്ന് തോന്നുന്നില്ലേ? അതെ, പുതിയ നിയമത്തിലാണ് നരകത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശങ്ങളുള്ളത്. അതും നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് ഏറ്റവും കൂടുതൽ അതേക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ നരകത്തിൻ്റെ, പാതാളത്തിൻ്റെ ആടുകളായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ കർത്താവിലേക്ക് തിരിക്കുക, സുവിശേഷം പറയുക, അവർക്ക് വേണ്ടി മുട്ടിപ്പായും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ആത്മഭാരമുള്ളവരായി, ആത്മാക്കളെ നേടുന്നവരായി നമുക്ക് തീരുവാൻ ഈ വചനങ്ങളും നമ്മെ സഹായിക്കട്ടെ. ഒപ്പം നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഈ വലിയ ന്യായവിധിയിൽ നിന്നും നമ്മെ വിടുവിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗപ്രവേശം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.